ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ നല്ലൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. എന്നാ അമ്മ എന്താ പറയും? അമ്മ കണ്ണൂർ സ്പെഷ്യല് വെള്ളക്കറിയപ്പം. അതെ, ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന്. അതെ, നമ്മ ഇതുവരെ ഉണ്ടാക്കിട്ടാട്ടാ. നമ്മ ഉണ്ണിയപ്പം കൊറേ ഉണ്ടാക്കിനി. നമ്മ ഉണ്ണിയപ്പം കൊടുക്കലും ഉണ്ട്, എല്ലാവർക്കും അറിയാം. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അടിപൊളിയായിനി എല്ലാം കമന്റ്സ് എല്ലാം അറിയിക്കലുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മളെ കമന്റ് ബോക്സിൽ പറഞ്ഞതാണ് പിന്നെ വെള്ളക്കാരപ്പത്തിന്റെ കണ്ണൂർ സ്പെഷ്യല് വെള്ളക്കാരപ്പത്തിന്റെ റെസിപ്പി കാണിക്കുമോന്ന്. അപ്പോ നമുക്ക് അതും കൂടി ഇന്ന് ഉണ്ടാക്കാം. അപ്പൊ ഇന്ന് വെള്ളക്കാരപ്പത്തിന്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അമ്മ നമ്മളെ വെള്ളക്കാരപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതെ, അരിയെല്ലാം തലേന്ന് പുതിർത്ത് വെച്ചിട്ടുണ്ട്. അതെ, ശരി. രാത്രി പുതിർത്തിയാന്ന് കേട്ടാ. ഇപ്പൊ നമ്മ രാവിലെയാണ് അരക്കുന്നത്. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും പച്ചരി പുതിർത്ത് വെക്കണം കേട്ടാ. അപ്പൊ നമുക്കത് ആദ്യം മിക്സിന്റെ ജാറിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ കഴുകിയ പച്ചരിയാണ് കേട്ടാ. അപ്പം ഈ ഒരു ഗ്ലാസ്സിനാണ് പച്ചരി എടുത്തിട്ടുള്ളത്. അതെ, ഒരു ഗ്ലാസ് ചോറ്. ഇപ്പം മട്ടരിൻ്റെ ചോറാണ്. ഏത് അരി വേണമെങ്കിലും എടുക്കാം. അപ്പം നമുക്ക് ഇവിടെ മട്ടരിയാണ് വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ചോറ് ഇതിടാം. ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിയാ എടുത്തിട്ടില്ലേ, ആ ഗ്ലാസ്സിൽ തന്നെ അതേ ഗ്ലാസ് ഒരു ഗ്ലാസ് ചോറും എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു അര ഗ്ലാസ്സിന് മേലെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഓരോരും എടുത്തിട്ടും മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. മധുരം വേണ്ട, അതുകൊണ്ട് 3/4 ഗ്ലാസ് എടുക്കാം. അപ്പൊ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മൈദയാണ്. ഈ ഒരു ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് മൈദയാണ് വേണ്ടത്. അപ്പോൾ ഇതാ അര ഗ്ലാസ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിച്ചെടുത്ത മൈദയാണ് കേട്ടോ. ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി, ഒരു ഗ്ലാസ് ചോറ്, അര ഗ്ലാസ് മൈദ, ഒരു 3/4 ഗ്ലാസിൻ്റെ അടുത്ത് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് എങ്ങനെ കട്ടിയിലോ ഏതാ പരുവത്തിലാന്ന് വേണ്ടത് അരച്ചെടുക്കണ്ട്? പിന്നെ ദോശമാവിൻ്റെ ലേശം കട്ടിയാണ്. നമ്മൾ ഉഴുന്ന് ദോശയിൽ അരക്കുന്ന മാവിൻ്റെ ആ ഒരു കട്ടിയില, ആ ഒരു കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ കാരപ്പാക്കുമ്പോൾ കുറച്ച് തരിതരി ഇങ്ങനെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളക്കാരപ്പം കുറച്ച് നൈസായിട്ട് വേണം അരക്കണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ വെള്ളം ചേർക്കുന്നുണ്ടാവും. നോക്കാം. ചൂടാൻ നേരത്ത് നമുക്ക് ലേസം ഒരു നുള്ള അപ്പക്കാരം കൂട്ടിയിട്ട് ചൂടാം. ചൂടുന്ന നേരത്ത് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടു കേട്ടോ. ആ സമയമാകുമ്പോൾ അതെ, അന്നേരം നോക്കണ്ടു. ഇപ്പം വേണ്ട. അപ്പം ഇങ്ങനെ നമുക്കിടാം. പച്ചരി ഒരു 4 മണിക്കൂർ കുതിരാൻ വെക്കണം. അരച്ച് കഴിഞ്ഞിട്ട് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വെക്കണം. പിന്നെ രാവിലെ അത് കൂട്ടുകൂട്ടി വൈകുന്നേരം ചുടുന്നെങ്കിൽ രാത്രി പുതിർത്താൽ മതി. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം എനക്ക് തോന്നുന്നു പിന്നെ വൈകുന്നേരം അരി പുതിർത്തിട്ട് രാത്രി അരച്ചിട്ട് രാവിലെ ചുടുന്നതാണ്. അപ്പൊ 8 മണിക്കൂർ അങ്ങനെ പോയി കിട്ടൂല. അല്ലെങ്കിൽ ഇത് ഒരു ദിവസം മൊത്തം പോയി കിട്ടും. അല്ല, ഇപ്പൊ നമുക്ക് രാവിലെ വൈകുന്നേരത്തെ ചായക്കലാണെങ്കിൽ ഇപ്പൊ നമ്മ ആക്കും പോലെ രാവിലെ ആക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. മറ്റേ എന്തെങ്കിലും അരങ്ങ് ഗസ്റ്റോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തലേന്നേ അരച്ച് വെച്ചിട്ട് രാവിലെ ചുടുന്നതായിരിക്കും നല്ലത് കേട്ടാ. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ. എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മളെ വസന്തമ്മ ഇരിക്കുന്നുണ്ട്. അപ്പം 8 മണിക്കൂറിന് ശേഷം വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ മാവലിതാ പൊങ്ങിയില്ലാമ കുറച്ച്.
ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അപ്പക്കാരം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചില്ല, ഒരു പിഞ്ചൊരു നുള്ള്. അപ്പോൾ ഈ ഒരു സമയത്ത് മധുരമെല്ലാം പാകത്തിനുണ്ടോ നോക്കിയിട്ട് അഥവാ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലേ വേണമെങ്കിൽ. മധുരമുണ്ട്, പാകത്തിന് തന്നെ ഉണ്ട്. അത്ര മധുരം മതിയല്ലേ. കുഞ്ഞക്കെല്ലാം കൊടുക്കണ്ടല്ലേ, അവർക്കും ഭയങ്കര മധുരം അങ്ങനെ ഇഷ്ടമല്ല. അപ്പം നമ്മ ഇന്ന് വിറകടുപ്പിന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടാ. സ്വതവേ നമ്മ കാര ഇതുവരെ ഗ്യാസിൽ വെച്ചിട്ടാ, വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കലല്ല അമ്മ. അപ്പൊ കാര ഇതാ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടേ. നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. കുറച്ച് കുറച്ചാണ് ഒഴിക്കുന്നത്, ഫുള്ള് ഒഴിക്കണ്ട. 3/4 കടം ഒഴിക്കണ്ട. മറ്റേ കാരപ്പത്തിന് ഒഴിക്കുമ്പോൾ പോലെ നിറച്ച് ഒഴിക്കണ്ട അല്ലേ? ഒഴിക്കണ്ട. നമുക്കിതാ മാവ് കോരിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഉണ്ണിയപ്പാക്കുന്ന അതേപോലെ തന്നെയാണ്. നടുക്കത്തെ കുഴി കുറച്ച് വലുതല്ലോ അമ്മേ. ഈ കരയില് ഇത് വേറെ കരയാണേ. നമ്മളെ പാറവമ്മര കരയാണ്. അതെ. ഫസ്റ്റ് ഒഴിച്ചത് ഇവിടെയാണ്, ഈ കുഴിയിലാണ്. അപ്പൊ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. വേഗം ഒഴിച്ചാട് വേഗം വേഗം മറിച്ചിട്ട് കൊടുക്കണം അല്ലേ? അതെ. മറിച്ചിടാൻ പെയ്തടി ആടെ വെള്ള കളറാവുണ്ട് അടിയല്ലേ. ഈ അടിഭാഗം വെള്ള കളറാവുണ്ട്, ഒരു ചുവപ്പ് കളറായി. അല്ലേ പായത് നമുക്ക് കോരിയെടുക്കാം കേട്ടാ. ഇതിൻ്റെ അടിവശം ഇങ്ങനെ വെള്ളയും മുകളിൽ ഇങ്ങനെ കുറച്ച് നല്ല ബ്രൗൺ കളർ വേണ്ടാവല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഇട്ടാട് നമ്മൾ വേഗം മറിച്ചിട്ട് കൊടുക്കണം. 5 മിനിറ്റ് ഒരു ഇത് കഴിഞ്ഞ് പോയെങ്കിൽ പിന്നെ അത് കളറ് മാറും. കളറും. ആദ്യത്തെ സെറ്റ് നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കഴിഞ്ഞാടും ആദ്യം ഒഴിച്ചത് ഇതാ വേഗം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് തുടക്കാറില്ല. അപ്പം ഈ ഒരു പാകത്തിലാണ് ശരിക്കും വേണ്ടല്ലോ അമ്മ. എന്താ അടി ഇങ്ങനത്തെ വെള്ള കളർ വേണം. ബാക്കിയുള്ള ഭാഗം മുകൾ ഭാഗമാണ് ഇത് ഈ കളർ വേണം. അപ്പം നമ്മൾ രണ്ടാമത്തെ സെറ്റും ആയത് കോരിയിട്ടുണ്ട്. ഓരോ കുഴിയിൽ നല്ലോണം എണ്ണ ഉണ്ട്. ആ എണ്ണയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കുക. ഇല്ലാത്ത കുഴിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഉണ്ട്. കഴിഞ്ഞാടുതാ വേഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ടത് അതാണ്, ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം മറിച്ചിടണം, അല്ലെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ ആവും. ഇതിൻ്റെ ഒരു സൈഡ് വെള്ളയും ഒരു സൈഡ് ഇതാ ഇങ്ങനത്തെ ബ്രൗൺ കളറാണ് വേണ്ടത്.
അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊന്നും ഒരു പണിയില്ല, സിമ്പിളാണല്ലോ അമ്മ. പിന്നെ നമുക്ക് ഈ അടുപ്പിൽ തീ അങ്ങനെ കത്തിക്കാത്തതുകൊണ്ട് കുറച്ച് തീ കത്താനിൽ കുറച്ചൊരു ഇത് വിഷമം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വേഗം ആവുന്നുണ്ട്. നടുക്കത്തെ കുയിൽ വലിയ കരയപ്പം. അപ്പോൾ ലാസ്റ്റ് ഇതാ വെള്ളക്കാരപ്പം കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളക്കാരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കലായി കേട്ടാ. അമ്മേ എന്നുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് ചുട്ടത് നല്ല തന്നെ, മോശമൊന്നുമായിട്ട. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചുടുന്നല്ലേ, അപ്പം നല്ല അപ്പം തന്നെ ആയിട്ടുണ്ട്. മോശമൊന്നുമില്ല. അതിൻ്റെ അടിവശം ഇങ്ങനെ കുറച്ച് ബ്രൗൺ കളർ, ഇങ്ങനെ മേൽവശം കുറച്ച് ബ്രൗൺ കളറും അടിവശം വെള്ള, ഈ രീതിയിലാണ് ഉണ്ടാവല്. അപ്പോൾ ഇതാ നമ്മ ഇവിടെ എല്ലാം സോഫ്റ്റ് ഉണ്ട്, നല്ല സ്പോഞ്ച് പോലത്തെ അപ്പായിട്ടുണ്ട്. ഇവിടെല്ലാം ബേക്കറി കടയിലെല്ലാം പാക്കറ്റ് ആയിട്ട് ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ, വെള്ളക്കാരപ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇനി ആരും പാക്കറ്റ് വാങ്ങിയിട്ട് പൈസ വേണ്ട, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം, രാവിലെ അരച്ച് വെച്ചാൽ നമുക്ക് വൈകുന്നേരം കുട്ടികളെല്ലാം വരുമ്പോക്ക് ചുട്ടിട്ട് ഉണ്ടാക്കാം. അപ്പൊ വസന്തമ്മ ടേസ്റ്റ് നോക്കൂ. നമ്മളെ അതിക്കൂട്ടനും സ്കൂളിട്ട് വന്നിട്ടുണ്ട്, ലോകൂട്ടനും എത്തിയിട്ടുണ്ട്. ലോകു വലുത് നോക്കിട്ട് തന്നെ എടുത്തിനമ്മേ, വല്ല കുഴിയാന്നു, ഒരു കുഴി നടുക്കത്തെ വലുത് കിട്ടി. മധുരം അത്ര ഒരുപാട് ഇട്ടിട്ടമ്മ, രസമുണ്ടാ? എല്ലാരും എല്ലാ ഭാഗത്തും തന്നെ വിളിക്കുന്നത്. ഇത് അമ്മ ഇതായിട്ട് പൊട്ടിച്ച് കാണിച്ചിരുന്നുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്, നല്ല ഉൾവശായിട്ടുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വെള്ളക്കാരപ്പം ആക്കി കാണിക്കുമെന്ന്, അപ്പം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതെ, ഇതുപോലെ എല്ലാരും ഉണ്ടാക്കി നോക്കണേ. അതിക്കൂട്ടാ എങ്ങനെയുണ്ട്, ഇഷ്ടായിട്ടേ? കട്ടൻ ചായയും സ്കൂളിട്ട് വരുമ്പോഴത്തേനും നല്ല പലഹാരം തന്നെ അല്ലേ, നല്ല സോഫ്റ്റും ഉണ്ടല്ലേ. അതെ. അപ്പൊ ഇതാ ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. കടയിലെല്ലാം ഇങ്ങനെ കണ്ടതേലും ഇങ്ങനെ അങ്ങനെ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷെ വീട്ടിലാക്കിയിട്ട് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ അതും നമ്മ ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളെ ചൂട് പാത്രമില്ലേ, അതിലിട്ടിട്ട് ഒരു 1-2 മണിക്കൂർ അടച്ചു വെച്ച് കഴിഞ്ഞാല് നല്ല പൂ പോലെ സോഫ്റ്റ് ആവും. ഇപ്പൊ നമുക്ക് ഇതിപ്പോ ചൂടോടെ കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പുറം ഇപ്പുറം എടുക്കുമ്പോ നമുക്കിത് തീരും, ബാക്കി വെക്കാനൊന്നും ഉണ്ടാവില്ല. അതെ. അപ്പൊ നമ്മ ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കിയതാണ്, നല്ലതാവും. അപ്പൊ നല്ലതായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതെ. അപ്പോൾ നമ്മളെ വെള്ളക്കാരപ്പം ഇനി എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ കുട്ടികളുടെ സ്കൂളിട്ട് വരുമ്പോഴെല്ലാം ഉണ്ടാക്കി കൊടുക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി കാരപ്പാണ്. അപ്പം മറ്റേ നമ്മളെ സാധാ കാരപ്പത്തിന്റെ അത്രയൊന്നും പണിയില്ല, സാധനവും വേണ്ട, പണിയുമില്ല. പിന്നെ ചോറും പച്ചരിയും മൈദയും പഞ്ചസാരയും ഉണ്ടായാല് കാരപ്പം റെഡി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് അറിയിക്കണം, അല്ലാണ്ട് കമന്റ്സ് അറിയിക്കണം. അപ്പൊ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.